ഹായ് ഹലോ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലബാർ സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ ചിക്കനിലെല്ലാം മസാലയും ഉള്ളി തക്കാളിയൊക്കെ പാടെ ഒരുമിച്ചിട്ട് വേവിച്ചിട്ട് ദമ്മിയുള്ള പ്രോസസ്സാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തേക്ക് എല്ലാം കട്ട് ചെയ്തതും പിന്നെ നമ്മൾ ചിക്കൻ കഴുകിയിട്ട് അതും അതിൽ കുറച്ച് ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മൾ നല്ലവരുടെ തന്നെ ചിക്കൻ ഫ്രൈ പൗഡർ ഉണ്ട് അതും, പിന്നെ നല്ലവരുടെ തന്നെ കറി പൗഡർ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് യോഗട്ട് ഇട്ട് മസാല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ്, കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്നായി വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം സെയിം ഇതിൽ തന്നെ ഇട്ടിട്ട് ഉള്ളി, ക്യാരറ്റും പിന്നെ വേണ്ട കുറച്ച് സ്പൈസസ്, ബേ ലീഫൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുന്നു. ഇങ്ങനെ ബിരിയാണി ഉള്ള കാര്യം മലബാറുകാർക്ക് അറിയണമാവും. എന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ യൂട്യൂബ് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടതാണ്. നമ്മൾ പേര് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ആ സെയിം നമ്മൾ വഴറ്റിയച്ചിലേക്ക് നമ്മൾ അരി കുതിർത്തിട്ടുണ്ടായിരുന്നു. ആ അരിയിലിട്ട് അതിന് ഇരട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് എന്ന് പറയാൻ ഒരു 90% വെന്തതിന് ശേഷം നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ എടുത്തുനിന്ന് വഴറ്റിയിട്ടും തേച്ചിട്ടും മസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂടിച്ചതിന് ശേഷമുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റും നമ്മൾ നേരത്തെ വഴറ്റി അണ്ടിപ്പരിപ്പ് മുന്തിരി, അതിൽ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അടുത്ത ചെയ്യുന്നത് കുറച്ച് കോഴിമുട്ട, 3-4 കോഴിമുട്ട എടുത്തിട്ട് നമ്മൾ വേറെ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല റെഡി വന്നിട്ടുണ്ട്. എന്നിട്ട് മസാലയ്ക്ക് നമ്മളുടെ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള മലബാർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരേ പ്രോസസ്സിലല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് നമ്മൾ ബിരിയാണി, നെയ്ച്ചോറൊക്കെ തിരക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം നല്ലതാണ്. എനിക്കിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ചില നേരത്തെ റെഡി ആവും, ചില നേരത്തും കുഴപ്പമൊന്നുമില്ല. കുറവായാലും നമ്മുടെ കുക്കിംഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെയും റെസിപ്പീസ് ആയിട്ട് വരുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.